നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രാജാക്കണ്ടം സ്വദേശിയായിട്ടുള്ള ചെമ്പകശ്ശേരിയിൽ പ്രണവ് CR എന്ന യുവ കർഷകനെയാണ്. പുറ്റടി ഹോളിക്രോസിലെ ഡിഗ്രി പഠനത്തിന് ശേഷം MBA പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പ്രണവ് പോയി. പിന്നീട് അതിനുശേഷം MBA പഠനം പൂർത്തിയാക്കി ബാംഗ്ലൂരിൽ തന്നെ ഒരു ജോലിയിൽ പ്രവേശിച്ചു. അമേരിക്കയിലേക്ക് പോകാനൊക്കെ ആയിട്ട് തയ്യാറെടുത്തു. എന്നാൽ പെട്ടെന്നാണ് തിരിച്ചറിവുണ്ടായത്, തൻ്റെ മേഖല കൃഷിയാണ്. അങ്ങനെ കൃഷിയിലേക്ക് തിരിച്ചു വരികയും കൃഷി മേഖലകളിൽ നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി വെന്നിക്കൊടി പാറിച്ച യുവ കർഷകനാണ് പ്രണവ് CR. ഈ വർഷത്തെ ചേറ്റുകുഴി ഹോർട്ടി റിസർച്ച് സെൻറ്ററിൻ്റെ മികച്ച ഏലം കർഷകനുള്ള കർഷക ശ്രേഷ്ഠ അവാർഡ് ലഭിച്ചതും പ്രണവ് CRനായിരുന്നു. അപ്പോൾ പ്രണവിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. പുതുതലമുറ വിദേശ നാട്ടിലേക്ക് ചേക്കേറുമ്പോൾ MBA പഠനത്തിന് ശേഷം കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 100 മേനി വിളയിക്കുകയും ചെയ്ത യുവ കർഷകനാണ് പ്രണവ്. ചെറുപ്പകാലം മുതൽ കൃഷിയിൽ തൽപരനായിരുന്ന പ്രണവ് രാജാക്കണ്ടത്തെ മുൻ പോസ്റ്റുമാനും കർഷകനുമായ ചെമ്പകശ്ശേരിയിൽ രവീന്ദ്രൻ നായരുടെയും ശോഭനയുടെയും മകനാണ്. പുറ്റടി ഹോളിക്രോസ് കോളേജിലെ ഡിഗ്രി പഠനത്തിനു ശേഷം 1 വർഷക്കാലം കൃഷിയിൽ പിതാവിനെ സഹായിച്ച ശേഷമാണ് 2014 ബാംഗ്ലൂരിൽ MBA പഠനത്തിനായി പോയത്. പിന്നീട് 2016 നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം പൂർണ്ണസമയ കർഷകനായി മാറുകയായിരുന്നു. നെൽകൃഷി, പശു, ആടുവളർത്തൽ, ഏലം എന്നിവയിലെല്ലാം ഒരു കൈ നോക്കിയെങ്കിലും വില്ലനായി ആ സമയത്ത് കോവിഡ് എത്തി. അങ്ങനെ മറ്റു കൃഷികളെല്ലാം ഉപേക്ഷിച്ച് ഏലം കൃഷിയിലേക്ക് പൂർണ്ണമായി ചുവടുമാറ്റി. ചേറ്റുകുഴി ഹോർട്ടി റിസർച്ച് സെന്ററിലെ ബേബിച്ചൻ അക്കാട്ടുമുണ്ടയിലിന്റെ നിർദ്ദേശങ്ങളും അബ്ദുൾ ഗഫൂറിന്റെ പ്രോത്സാഹനവും കൂടിയായപ്പോൾ പ്രണവിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ഏല കർഷകരും ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് അതികൂലമായ ഭയങ്കരമായ വെയിലും മഴയില്ലാത്തൊരു സാഹചര്യത്തിൽ കടന്നു പോകുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. നിലവിൽ ക്രോപ്പ് കയറ്റിക്കൊണ്ട് വരിക എന്നുള്ളത് ഇനി ഒരു വലിയ ഒരു ടാസ്ക്കായി മാറിയിരിക്കുകയാണ് ഏല കർഷകർക്ക്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ ചെയ്താലേ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഏലം നോക്കി പറഞ്ഞു തരുന്ന ഒരാളുടെ നിർദ്ദേശത്തോടെ, ആ ഒരു അനുഭവ പരിജ്ഞാനമുള്ള ഒരാളുടെ നിർദ്ദേശത്തോടെ ചെയ്താലേ ഇനിയൊരു വിജയം നമുക്ക് ഏലത്തിൽ വരാൻ പറ്റും. കാരണം അനുഭവ പരിജ്ഞാനം ഈ കാര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. ഈ ഒരു തലമുറ ഇതുവരെയും ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. ഇത്രയും വെയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പം ആ സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു തലമുറയും അത്ര കണ്ട് തന്നെ പോയിട്ടില്ലെന്ന് തന്നെ പറയപ്പെടുന്നു. അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്കറിയും, പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സാഹചര്യത്തിൽ എന്താണ്, എവിടെ തോട്ടങ്ങളാണ് പിടിച്ചു നിന്നതെന്നുള്ളത് പിടിച്ചു നിന്ന തോട്ടങ്ങളിൽ കണ്ട് പഠിച്ച ആളുകളോട് നമ്മൾ ചോദിച്ച് പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പഠിച്ചെങ്കിലേ നമുക്കിനി ഏലകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വരും വർഷങ്ങളും ഇതുപോലെ തന്നെ വെയിലുകളും ഭയങ്കരമായ മഴയില്ലാത്തൊരു സാഹചര്യവും ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഇൻസ്ട്രക്ടേഴ്സിനെ കാണണം. നല്ല ഫാം നോക്കി ചെയ്യുന്ന ആളുകളുടെ ഉപദേശങ്ങൾ ഇനി വളരെയധികം സ്വീകരിക്കേണ്ടി വരും. പിന്നെ ചെയ്ത് വിജയിച്ച ആളുകളെ കണ്ട് അവരെങ്ങനെ ചെയ്തെന്ന് ചോദിച്ച് പഠിച്ച് നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഇത്രയും ഈ ഒരു ചെടി പിടിച്ചു നിർത്താൻ ഈ വർഷം സാധിച്ചത്, ഞാൻ ഓരോ ആഴ്ചയിൽ 1 വെച്ചാലും ഞാൻ HRCയിലെ ബേബിഞ്ഞനെ വിളിക്കും. ബേബിഞ്ഞന ഇത് ചെടി ഇന്ന പോലെയൊക്കെ നിൽക്കുക, എന്നാ ചെയ്യേണ്ടത്? അപ്പോൾ പറയും, നീ അത് നോക്കി ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ആ നിർദ്ദേശം എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വർഷം ഇത്രയൊരു ക്രോപ്പ് എടുക്കാൻ എനിക്ക് പറമ്പിൽ നിന്ന് സാധിച്ചത്. MBA പഠനത്തിന് ശേഷം അമേരിക്കയിലേക്ക് പറക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നെങ്കിലും അമേരിക്കക്കാരനായ ഒരു പ്രൊഫസറെ പരിചയപ്പെട്ടത് ജീവിതത്തിൽ വഴിത്തിരിവായി മാറി. അമേരിക്കയിൽ പണിയെടുക്കുന്നതിൻ്റെ പകുതി സമയം കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇവിടെ പൊന്നു വിളയിക്കാമെന്ന അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ് പ്രണവിനെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ കൃഷി പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ കർഷകർക്ക് പകർന്നു നൽകാനും പ്രണവ് സമയം കണ്ടെത്തുന്നു. പുറ്റടി ഹോളിക്രോസ് കോളേജിലെ മുൻ അധ്യാപിക അശ്വതിയാണ് പ്രണവിൻ്റെ സഹധർമ്മിണി. വണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ മികച്ച യുവ കർഷകനുള്ള പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രണവിനെ ഹോർട്ടി റിസർച്ച് സെന്ററിന്റെ ഏറ്റവും മികച്ച ഏലം കർഷകനുള്ള കർഷക ശ്രേഷ്ഠ അവാർഡ് തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറി. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.